നമസ്കാരം. തൃശൂർ നഗരത്തോട് LDF ഭരിക്കുന്ന ഈ ഭരണസമിതി കാണിക്കുന്ന തീർത്തും അവഹേളനപരമായിട്ടുള്ള സമീപനത്തിനെതിരെയാണ് നാം ഇന്ന് ഈ വികസന മുന്നേറ്റ യാത്ര നടത്തിയിട്ടുള്ളത്. കേന്ദ്രം ഈ സംസ്ഥാനത്തിന് അതുപോലെ തന്നെ ഈ കോർപ്പറേഷന് രാഷ്ട്രീയം നോക്കാതെ ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ ഈ ഫണ്ടുകൾ ഒന്നും തന്നെ കൃത്യമായി വിനിയോഗിക്കാതെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഭരണമാണ് ഇവിടെ LDFന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ കോർപ്പറേഷന്റെ ഭരണസമിതി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് റോഡിന്റെ വികസനമാണെങ്കിലും കുടിവെള്ളത്തിന്റെ ആവശ്യകതയാണെങ്കിലും മറ്റ് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളാണെങ്കിലും അതിന് പണമില്ല എന്ന് പറയുകയും നഗരവികസനത്തിന് നൽകുന്ന പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ തൃശൂർ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു BJP വിരോധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിജിയുടെ വിരോധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി MPയോടുള്ള വിരോധത്തിന്റെ പേരിൽ ഈ ഫണ്ട് ചെലവഴിക്കാതിരിക്കുമ്പോൾ ഈ ഭരണസമിതി ആരെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത്? ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റാനായിട്ട് ഈ LDFന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് നാം ഈ വികസന മുന്നേറ്റ യാത്ര 4 മേഖലകളിലൂടെയായി ജനങ്ങളോട് ഓരോ കാര്യവും വിശദീകരിച്ചുകൊണ്ട് കടന്നുപോയത്. നമുക്ക് ഈ LDF ഭരണസമിതിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധമാവാം, BJPയോട് വിരോധമാവാം, പക്ഷേ ആ വിരോധം കാണിക്കേണ്ടത് ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി നൽകേണ്ട പണം ചെലവഴിക്കാതിരുന്നിട്ടല്ല, അല്ലെങ്കിൽ ആ ഫണ്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടല്ല. തൃശൂരിനെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ള ഒരു MP ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഇതുവരെ തൃശൂരിന്റെ നഗരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്ടോ ഒരു പദ്ധതിയോ നൽകാനായിട്ട് ഇവിടുത്തെ മേയർ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ അദ്ദേഹം സ്വമനസാലെ കുറെ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ ഡിവിഷനിലേക്കും അദ്ദേഹം നിശ്ചിത തുക നൽകി അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം ഇടങ്കോലിടുന്നത് ഇവിടുത്തെ മേയറും ഈ ഭരണസമിതിയും ചേർന്നുകൊണ്ടാണ്. ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഇവിടെയുള്ള BJP കൌൺസിലർമാർക്കെതിരെ തീർത്തും വ്യക്തിവൈരാഗ്യം തീർക്കുന്ന തരത്തിലുള്ള ഒട്ടും രാഷ്ട്രീയ മര്യാദയില്ലാത്ത കാര്യങ്ങളാണ് ഇവിടുത്തെ മേയർ കാണിക്കുന്നത്. ഇവിടുത്തെ LDF ഭരണസമിതിയോട് പറയാനുള്ളത്, ഈ വികസന മുന്നേറ്റ യാത്ര എന്ന് പറയുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനു മുമ്പ് ഒരിക്കലും കാണാത്ത തരത്തിലുള്ള വികസന മുന്നേറ്റ യാത്രയാണ് ഇവിടെ കണ്ടത്. ഇത്രയധികം ജനങ്ങൾ BJPയുടെ കൂടെ അണിനിരക്കുന്നുണ്ട്. നിങ്ങളെ കുറച്ചുനാൾ പിന്നിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഒരു യാത്ര കരുവന്നൂരിൽ നിന്ന് തൃശൂരിലേക്ക് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ ജാഥ നയിച്ചവരാണ് ഇന്നും ഈ ജാഥ നയിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ കരുവന്നൂർ ജാഥയ്ക്ക് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അത് തന്നെയാണ് ഈ വികസന മുന്നേറ്റ യാത്രയ്ക്ക് ശേഷം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ കോർപ്പറേഷൻ നമ്മൾ ജയിക്കും, നമ്മൾ ഭരിക്കും, അതിലൊരു സംശയവും വേണ്ട. അപ്പൊ ഈ വൈകിയ വേളയിൽ ഈ വികസന മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് MT രമേശ് ചേട്ടനെ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം, ഭാരത് മാതാ കി ജയ്. ബഹുമാന്യായ ഈ യോഗത്തിന്റെ അധ്യക്ഷ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ B. ആതിര, ഇന്ന് രാവിലെ മുതൽ ഈ നഗരത്തിന്റെ 4 മേഖലകളിൽ നിന്ന് ആരംഭിച്ച വികസന മുന്നേറ്റ യാത്രക്ക് നേതൃത്വം നൽകിയ പാർട്ടിയുടെ സമാരാധ്യരായിട്ടുള്ള നേതാക്കന്മാർ, സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ശ്രീ KK അനീഷ് കുമാർ, തൃശൂർ സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജസ്റ്റിൻ ജേക്കബ്, പാർട്ടിയുടെ എറണാകുളം മേഖല അധ്യക്ഷൻ ശ്രീ A. നാഗേഷ്, ഈ വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വികസന മുന്നേറ്റ യാത്ര മുമ്പോട്ട് വെക്കുന്ന ആശയത്തെ സംബന്ധിച്ച് ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. തൃശൂർ നഗരത്തിന്റെ വികസനം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൈകളിൽ സാധ്യമാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ നഗരത്തിലെ ജനങ്ങളെ പാർട്ടി സമീപിക്കുന്നത്. വികസനം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല. ഈ രാജ്യത്ത് അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരായാലും
BJPയുടെ വിവിധ സംസ്ഥാന സർക്കാരുകളായാലും എല്ലാ ഗവൺമെന്റുകളും ഒരേപോലെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് വികസനം എന്നുള്ള ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തൃശൂർ നഗരത്തിന്റെ വികസനം ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമാകുമെന്ന് ഞങ്ങൾ ഈ നഗരത്തിലെ ജനങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക് തരികയാണെങ്കിൽ ഈ നഗരത്തെ എല്ലാ മേഖലയിലുമുള്ള വികസനം സാക്ഷാത്കരിക്കാൻ, ഈ നഗരത്തെ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും വികസനോന്മുഖമായ ഒരു നഗരമാക്കി മാറ്റാൻ, ഈ നഗരവാസികൾക്ക് ഏറ്റവും ആഹ്ലാദകരമായിട്ടുള്ള ദിവസങ്ങൾ സംഭാവന ചെയ്യാൻ, ഈ നഗരത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം പ്രദാനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അതിന് സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഈ നഗരം വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ നഗരം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നഗരത്തിന്റെ വികസന മുരടിപ്പ് എന്നേക്കുമായി അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നരേന്ദ്രമോദി ഗവൺമെന്റ് കഴിഞ്ഞ 11 കൊല്ലക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നഗരത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെല്ലാവർക്കും ഈ പ്രാവശ്യം അവിടെ മുമ്പിൽ ഒരു വഴി മാത്രമേയുള്ളൂ. അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തരിക എന്നുള്ളതാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ വികസനത്തിന്റെ പേരിലാണ് സമീപിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കുമ്പോൾ കേരളത്തിലുടനീളം ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടി വോട്ട് ചോദിക്കുന്നത് വികസനത്തിനു വേണ്ടിയാണ്. ഒരു വികസിത കേരളം സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്മതിദാനാവകാശം നിങ്ങൾ തരണമെന്നുള്ള അഭ്യർത്ഥനയാണ് കേരളത്തിലുടനീളം ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ മറ്റു 2 മുന്നണികൾ, ആ മുന്നണികൾക്ക് ഈ നാടിന്റെ വികസനമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വികസനം എന്നുള്ള മുദ്രാവാക്യം BJP മുന്നോട്ട് വെക്കുമ്പോൾ വിനാശകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് LDFും UDFും മുന്നോട്ട് വെക്കുന്നത്. വിനാശം എന്നുള്ളതാണ് ഈ ഇരു മുന്നണികളുടെയും മുദ്രാവാക്യമായി അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുവാൻ, സമൂഹത്തെ സ്പർദ്ധയുണ്ടാക്കുവാൻ, കലാപങ്ങൾ ഉണ്ടാക്കുവാൻ, ആ കലാപത്തിലൂടെ സംഘടിതമായിട്ടുള്ള മതവിഭാഗത്തിന്റെ വോട്ട് ബാങ്കുകൾ സമാഹരിച്ച് എങ്ങനെയെങ്കിലും ജയിച്ചു കയറാമെന്നുള്ള സൂത്രവാക്യമാണ് കേരളത്തിലെ ഇരു മുന്നണികൾക്കും LDFനും UDFനും ഉള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമൊന്നും ചർച്ച ചെയ്യാൻ ഈ മുന്നണികൾക്ക് സാധിക്കാത്തത്. അതിനപ്പുറത്ത് മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് കേരളത്തിലെ LDFും UDFും. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ 3-4 ദിവസമായി ഈ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എറണാകുളത്തെ ഒരു വിദ്യാലയത്തിൽ സ്കൂൾ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി യൂണിഫോം ധരിക്കാതെ വിദ്യാലയത്തിലെത്തിയ കുട്ടിയെ വിദ്യാലയാധികൃതർ നടപടിയെടുത്തു. അത് ഈ രാജ്യത്തിലെ ഏത് വിദ്യാലയത്തിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ നടപടിക്രമമല്ലേ? ഒരു വിദ്യാലയം അതിൽ യൂണിഫോം പറയുന്നുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധ്യതയില്ലേ? അതേത് മതമായാലും, അത് ഹിന്ദുവാവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആവട്ടെ, മതമുള്ളവരാവട്ടെ, മതമില്ലാത്തവരാവട്ടെ, അവർക്കെല്ലാവർക്കും ഒരു വിദ്യാലയത്തിനകത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിഫോം അനുസരിക്കാൻ ബാധ്യതയില്ലേ? അതിലൊരു കുട്ടി യൂണിഫോം ധരിക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ വിദ്യാലയ അധികൃതർ പറയാത്ത വേഷവിധാനങ്ങളോടുകൂടി വരുമ്പോ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും. കേരളം ഒരു പരിഷ്കൃത സമൂഹമാണെന്നാണല്ലോ പറയുന്നത്. ആ പരിഷ്കൃത സമൂഹത്തിൽ ഒരു മതേതര ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എന്ന് നാഴികക്ക് 40 വട്ടം അവകാശപ്പെടുമ്പോ, മതത്തിനപ്പുറത്ത് മനുഷ്യനെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഓരോ പ്രാവശ്യവും പറയുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാലയത്തിലെ ചട്ടങ്ങൾ പാലിക്കണമെന്ന് ഒരു കുട്ടിയോട് ആവശ്യപ്പെടുമ്പോ എന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ മതം നോക്കണമെന്ന് ഈ ഗവൺമെന്റ് പറയുന്നത്? ഇന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കുട്ടികൾക്ക് മതപരമായിട്ടുള്ള ആചാരങ്ങൾ വിദ്യാലയത്തിൽ അനുഷ്ഠിക്കാൻ അവസരം കൊടുക്കണമെന്നാണ്. വിദ്യാർത്ഥികളുടെ മതപരമായ അവകാശങ്ങൾ വിദ്യാലയത്തിൽ അനുഷ്ഠിക്കാൻ ഞങ്ങൾ സംരക്ഷണം കൊടുക്കുമെന്നാണ് DYFIയുടെ സെക്രട്ടറി ഇന്ന് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ CPM-നോട് ചോദിക്കുന്നത്, എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മതപരമായിട്ടുള്ള അവകാശം നിങ്ങൾ കൊടുക്കുമോ? എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുമോ? നാളെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഓരോ മതവിഭാഗത്തിന്റെയും വേഷവിധാനങ്ങളുമായി വന്നാൽ CPM അതിന് അംഗീകരിക്കുമോ? അവർക്കെല്ലാവർക്കും സംരക്ഷണം കൊടുക്കുമോ? അപ്പൊ അതെന്ത് നടപടിയാണ്? ഒരു ഗവൺമെന്റ് ഇതാണോ ചെയ്യേണ്ടത്? ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മാനുവൽ ഉണ്ട്. ഒരു വിദ്യാലയത്തിൽ ആ വിദ്യാലയ അധികൃതർ സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തെ നിരവധി കോടതി വിധികളുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഒരു വിദ്യാലയത്തിനകത്ത് യൂണിഫോം ധരിക്കുന്നതിനെ സംബന്ധിച്ച് വിധി പറഞ്ഞിട്ടുണ്ട്. അത് സ്കൂൾ അധികൃതരുടെ, വിദ്യാലയ അധികൃതരുടെ അവകാശമാണ് എന്ന് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എന്തേ SDPയുടെ കാര്യം വരുമ്പോ മാത്രം, സംഘടിതമായ മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ കാര്യം വരുമ്പോ മാത്രം CPM നിലപാട് മാറ്റുന്നു? ഇന്നലെ ശിവൻകുട്ടി നടത്തിയത് SDP നേതാക്കന്മാർ പറയുന്ന അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ്. വലിയ മതേതരവാദിയാണെന്ന് പറയുന്ന ശിവൻകുട്ടി, വലിയ പുരോഗമനവാദിയാണെന്ന് പറയുന്ന ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി, എന്തിനാണ് SDP നേതാക്കന്മാരുടെ മുന്നിൽ മുട്ടുമടക്കിയത്? SDP നേതാക്കന്മാർക്ക് വേണ്ടി എന്തിനാണ് ഇദ്ദേഹം സംസാരിച്ചത്? മുസ്ലിം മതമൗലികവാദ ശക്തികൾ പറയുന്നത് മാത്രമേ വിദ്യാലയങ്ങൾ പാടുള്ളൂ എന്ന തിട്ടൂരം എന്തിനാണ് CPM ഇറക്കിയിട്ടുള്ളത്? അത് ഉത്തരം വളരെ ലളിതമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആളുകളെ മതപരമായി ചേരിതിരിച്ചാൽ മാത്രമേ വോട്ട് കിട്ടുള്ളൂ. LDF-നും UDF-നും കേരളത്തിലെ ജനങ്ങളോട് വികസനത്തെക്കുറിച്ച് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ ജനങ്ങളെ സാമുദായികപരമായി, ജാതീയമായി, മതപരമായി അവരെ എല്ലാവരും ചേരിതിരിക്കണം. സംഘടിതമായ മതവിഭാഗങ്ങളുടെ വികാരപരമായിട്ടുള്ള വിഷയങ്ങൾ ആളിക്കത്തിക്കണം. അങ്ങനെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ആളിക്കത്തിച്ചാൽ അതിലൂടെ 10 വോട്ട് സമാഹരിച്ച് ജയിച്ചു പോകാം എന്ന ഒരു നിലപാടിലാണ് ഇത്തരം സമീപനങ്ങൾ ഈ ഗവൺമെന്റുകൾ സ്വീകരിക്കുന്നത്. അതൊരു പുരോഗമന സമൂഹത്തിന്, പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണ് എന്ന് പറയാൻ സാധിക്കുമോ? പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തരം സംഭവങ്ങളാണ്. ഇതാദ്യമായിട്ടൊന്നുമല്ല. എല്ലാ കാലത്തും CPM ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇന്നെല്ലാം കേരളത്തിലെ കലാലയങ്ങളെയും വിദ്യാലയങ്ങളെയും ഈ മതമൗലികവാദ ശക്തികൾ അവന്റെ മേച്ചിൻപുറങ്ങളായി മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ? അന്നെല്ലാം അവർക്ക് കുടപിടിച്ചു കൊടുത്തത് CPM ആണ്, കോൺഗ്രസ് ആണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ജോസഫ് മാഷ് കൈവട്ടാൻ NDF-നെ പ്രേരിപ്പിച്ചതാര്? ആരാണ് അവർക്ക് സഹായം ചെയ്തു കൊടുത്തത്? ആരാണ് അവരെ പ്രോത്സാഹിപ്പിച്ചത്? ഇതേ കോൺഗ്രസും CPM-ഉം അല്ലേ? അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയല്ലേ NDF-കാരെ ന്യായീകരിച്ചത്? തൊടുപുഴയിൽ NDF-നെ ന്യായീകരിക്കാൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയാണ് തയ്യാറായതെങ്കിൽ ഇന്നിപ്പോ എറണാകുളത്ത് ശിവൻകുട്ടി SDP-യെ ന്യായീകരിക്കുന്നു. ഈ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണ്ടേ? എന്തിനാണ് വിദ്യാലയങ്ങളിൽ ഇങ്ങനെ മതം കൊണ്ടുവരുന്നത്? കുട്ടികൾ പഠിക്കട്ടെ. യൂണിഫോം നിഷ്കർഷിക്കുന്ന വിദ്യാലയങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങോട്ട് പോകണ്ട. ഈ നാട്ടിൽ യൂണിഫോം നിർബന്ധമാക്കാത്ത വിദ്യാലയങ്ങളുണ്ടല്ലോ. ഈ ഹിജാബ് ധരിച്ച് മാത്രമേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്നുള്ള വിദ്യാർത്ഥികൾ അതിന് പറ്റുന്ന സ്കൂളുകളിൽ പോകണം. ഒരു വിദ്യാലയത്തിൽ പോയാൽ അവിടുത്തെ യൂണിഫോം പാലിക്കണ്ടേ? ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഈ രാജ്യത്തിലെ ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല. ഈ രാജ്യത്തിലെ ഒരു മര്യാദയും ഞങ്ങൾക്ക് ബാധകമല്ല. ഈ രാജ്യത്തെ ഒരു നിയമാവലിയും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം മാത്രമാണ് ബാധകമെന്ന് ഒരു വിഭാഗം പറയുമ്പോ ഈ രാജ്യം ഭരിക്കുന്ന, ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് അത്തരം ആളുകളോട് പറയേണ്ടത് മതമാണ് എങ്കിൽ അത് വീട്ടിലിരിക്കണം. മതമനുഷ്ഠിച്ച് മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കണം. അതൊരു പൊതുസമൂഹത്തിന്റെ കൂടിയല്ലല്ലോ വേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് അപകടകരമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ആളുകളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് CPM.
ഇതേ നിലപാടാണ് കോൺഗ്രസിന്റെ ഈ നിലപാട്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തൃശ്ശൂരിൽ വെച്ചിട്ടാണല്ലോ എറണാകുളത്തെ സംഭവത്തിൽ SDPക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആരാണ് ഈ CPMന്റെയും കോൺഗ്രസിന്റെയും വിധേയത്വം ആരോടാണ്? ആ വിദ്യാലയത്തിലെ കന്യാസ്ത്രീകളായിട്ടുള്ള അധ്യാപികമാരെ അപമാനിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത്. അവിടുത്തെ പ്രധാനാധ്യാപികയായ കന്യാസ്ത്രീക്ക് അവർക്ക് അവിടെ വേഷവിധാനമാകാമെങ്കിൽ കുട്ടികൾക്ക് കുട്ടികളുടെ വേഷവിധാനമായിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം സത്യത്തിൽ എന്താ? കന്യാസ്ത്രീകളുടെ വേഷം എന്നുള്ളത് അവിടെ മതപരമായിട്ടുള്ള വേഷമാണ്. അത് ഈ ലോകത്തെല്ലായിടത്തും ഒരേപോലെ വേഷമാണ്. ശിവൻകുട്ടിയും VD സതീശനും ചെന്നത് ലോകത്തെമ്പാടുമുള്ള കന്യാസ്ത്രീ സമൂഹത്തിന്റെ മതപരമായിട്ടുള്ള വേഷവിധാനങ്ങളെ അപമാനിക്കുന്ന സമീപനമല്ലേ ശിവൻകുട്ടി ചെയ്തിട്ടുള്ളത്? എന്തിനാണ് 10 വോട്ട് കിട്ടാൻ വേണ്ടി മറ്റൊരു മതവിഭാഗത്തെ അപമാനിക്കുന്നത്? ക്രിസ്ത്യൻ മതവിഭാഗത്തെ അപമാനിച്ചാൽ മുസ്ലിമിന്റെ വോട്ട് കിട്ടുമെന്ന് ആരാണ് ഇവരോട് പറഞ്ഞു കൊടുത്തത്? എന്തിനാണ് SDPക്കാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കന്യാസ്ത്രീകളുടെ വേഷവിധാനത്തെ ഒരു മന്ത്രി പരസ്യമായിട്ട് അപമാനിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ കേരളത്തിൽ മതത്തിന്റെ പേരിൽ ആളുകളെ ചേരിതിരിക്കാൻ വേണ്ടി ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇപ്പൊ ഈ വിവാദം ഉണ്ടാക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ശബരിമലയിലെ വിഷയത്തിൽ CPMന് കൈപൊള്ളി നിൽക്കുകയാണ്. അതിന് ശ്രദ്ധ ഒന്ന് മാറ്റണമെന്ന് CPMന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ വരികയാണ്. ഇന്നിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് എന്നെ കുടുക്കിയവരെല്ലാവരും കുടുങ്ങുമെന്നാണ്. ആരാണ് അദ്ദേഹത്തെ കുടുക്കിയത്? അപ്പൊ ആരോ കുടുക്കിയിട്ടുണ്ട് എന്നാണല്ലോ. അപ്പൊ എന്നെ കുടുക്കിയവരെല്ലാവരും കുടുങ്ങുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് അടിച്ചോണ്ട് പോയ 2 കിലോ സ്വർണത്തിന്റെ പങ്ക് പറ്റിയിട്ടുള്ള മറ്റേതൊക്കെയോ ആളുകളുണ്ട് എന്നല്ലേ? അവരെല്ലാവരും കുടുങ്ങുമെന്നല്ലേ? ഞാൻ ഒറ്റക്കല്ല ഈ കൊള്ള മുതൽ പങ്കിട്ടെടുത്തത്. ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയത് ഞാൻ ഒറ്റക്കല്ല, എന്റെ കൂട്ടത്തിൽ വേറെ ആളുകളുമുണ്ട് എന്നല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പറഞ്ഞത്? അതാരൊക്കെയാണെന്ന് അറിയണ്ടേ? ശബരിമലയില് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾക്കെതിരായി ഇപ്പോഴും ഒരു നടപടിയും എടുക്കുന്നില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് മാത്രമാണല്ലോ. ഈ വലിയ കൊള്ള ശബരിമലയിൽ നടക്കുമ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആദ്യം പത്മകുമാറായിരുന്നു, പിന്നീട് N വാസുവായിരുന്നു. പത്മകുമാർ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, CPMന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. ആ പത്മകുമാറിന്റെ അറിവില്ലാതെ ഈ സംഭവം നടക്കുമോ? പത്മകുമാർ മാറിയപ്പോ പിന്നീട് പ്രസിഡന്റായത് മുഖ്യമന്ത്രിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായ N വാസു എന്ന് പറയുന്ന CPMകാരനാണ്. അദ്ദേഹം ആദ്യം ദേവസ്വം കമ്മീഷണറായിരുന്നു, പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡ് മെമ്പറായി. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി. അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഈ പ്രസിഡന്റ് സ്ഥാനം ആഗ്രഹിച്ചതല്ല, മുഖ്യമന്ത്രി എന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനായതാണ്. അപ്പൊ N വാസുവിനെ എന്തിനാണ് മുഖ്യമന്ത്രി അവിടെ പ്രസിഡന്റാക്കിയത്? ആ N വാസുവിന്റെ കാലത്താണല്ലോ രണ്ടാമത്തെ കൊള്ള നടന്നിട്ടുള്ളത്. N വാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഈ കൊള്ളക്ക് നേതൃത്വം കൊടുക്കുമ്പോ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ വലിയ അഴിമതിയുടെ ഓരോ കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. അതിൽ നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടി ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളുടെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുവാൻ CPMനും സാധിക്കില്ല, കോൺഗ്രസിനും സാധിക്കില്ല. അത് കഴിയാത്തിടത്താണ് അവർ മറ്റു പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഞങ്ങൾ ജനങ്ങളോട് വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കന്മാരെ വെല്ലുവിളിക്കുന്നത് വികസനത്തെക്കുറിച്ച് മാത്രം സംവാദം നടത്താനാണ്. ഈ രാജ്യത്ത് 11 കൊല്ലമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ CPMും കോൺഗ്രസും തയ്യാറുണ്ടോ?
കഴിഞ്ഞ 11 കൊല്ലമായി ഈ കേരളത്തിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ച് ഒരു പൊതുവേദിയിൽ സമ്മതിക്കാൻ CPM-ഉം കോൺഗ്രസും തയ്യാറുണ്ടോ? നിങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോഴും നരേന്ദ്രമോദി രാജ്യം ഭരിച്ചപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അറിയണ്ടേ? ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല, സാമൂഹിക ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും 11 കൊല്ലമായി ഈ കേരളത്തിന് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുക്കുന്ന സഹായങ്ങൾ, ആ സഹായങ്ങളെ കുറിച്ചാണ് ചർച്ചയുണ്ടാകേണ്ടത്. ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതുതന്നെയാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. ഈ തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോ ഞങ്ങളന്ന് ജനങ്ങളോട് പറഞ്ഞത്, തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ തൃശൂർ പാർലമെന്റിൽ എത്തിക്കാനാണ് ഞങ്ങൾ വോട്ട് ചോദിച്ചത്. ജനമത് സ്വീകരിച്ചു. സുരേഷ് ഗോപി ജയിച്ചു മന്ത്രിയായി. ഈ പ്രാവശ്യം വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുകയാണ്, നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ തൃശൂർ നഗരത്തിന് വേണമെങ്കിൽ ഇന്ത്യയിലെ മറ്റെല്ലാ മഹാനഗരങ്ങളെ പോലെ കണ്ണഞ്ചിക്കുന്ന വികസന മാതൃകകൾ ഈ തൃശൂരിൽ ഉണ്ടാകണമെങ്കിൽ, കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ഈ രാജ്യത്തിലെ മഹാനഗരങ്ങൾ മാറിയതുപോലെ തൃശൂർ നഗരത്തിൽ മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ നഗരഭരണം കൈയാളാൻ അവസരമുണ്ടാകണം. ഈ സന്ദേശമാണ് ഞങ്ങൾ തൃശൂരിലെ ജനങ്ങളോട് പറഞ്ഞത്. ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖരായ 4 നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാർ ഈ നഗരത്തിലെ ജനങ്ങളുമായി സംവദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഈ നഗരം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വികസന പ്രവർത്തനം ഈ നഗരത്തിലേക്ക് എത്തിക്കാൻ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ വികസന മാതൃകകളും ഈ നഗരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന നേതാക്കന്മാർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണ ആയാലും, മനീഷ് കുമാർ ആയാലും, നാഗേഷ് ആയാലും, ജസ്റ്റിൻ ആയാലും നരേന്ദ്രമോദി സർക്കാരിനോട് കണക്ക് പറഞ്ഞ് വികസനങ്ങൾ തൃശ്ശൂരിലെത്തിക്കാൻ കഴിവുള്ളവരാണ്. ആ ആളുകളാണ് നിങ്ങളോട് പറയുന്നത്, ഗ്യാരണ്ടി പറയുന്നത്. അത് BJPയുടെ ഗ്യാരണ്ടിയാണ്. അത് ഭാരതീയ ജനതാ പാർട്ടി ഈ നഗരത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ഒരവസരം ഈ പ്രാവശ്യം തന്നാൽ ഈ നഗരത്തിന്റെ ശാപമോക്ഷത്തിന് അവസരമാകും. ഈ നഗരം ഈ രാജ്യത്തെ ഏറ്റവും വലിയ നഗരമാക്കി മാറ്റാൻ സാധിക്കും. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന നഗരമാണ് ഈ തൃശൂർ നഗരം. തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണല്ലോ, ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുന്ന നഗരമാണല്ലോ. ഇനി തൃശൂർ നഗരം ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിക്കേണ്ടത് തൃശൂർ പൂരത്തിന്റെ പേരിൽ മാത്രമല്ല, ഈ രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായ, ഏറ്റവും വികസനോന്മുഖമായ നഗരമായി തൃശൂർ നഗരത്തിലെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ സാധിക്കണം. ആ ഗ്യാരണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ആ ഗ്യാരണ്ടിയുമായിട്ടാണ് ഈ യാത്ര ഞങ്ങൾ നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യം BJP ഈ നഗരത്തിലെ ജനങ്ങളോട് പറയുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ BJPക്ക് അവസരം നൽകിയത്, സമാനമായ രീതിയിൽ ഒരവസരം ഈ പ്രാവശ്യം തൃശൂർ നഗരത്തിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് തരണം. ഒരു വികസനം എന്താണ് എന്ന് ഈ നഗരവാസികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വികസന മുന്നേറ്റ യാത്രക്ക് നേതൃത്വം നൽകിയ പാർട്ടിയുടെ സമാരാധ്യരായ നേതാക്കന്മാർക്കും അവരോടൊപ്പം ഈ യാത്രയിൽ പങ്കാളികളായ എല്ലാ സഹപ്രവർത്തകന്മാർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കീ. ഈ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോനെ ക്ഷണിച്ചുകൊള്ളുന്നു. തൃശൂരിന്റെ വികസനം BJPയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൃശൂരിന്റെ 4 മേഖലകളിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഈ വികസന മുന്നേറ്റ യാത്ര ഇന്ന് തൃശൂർ കോർപ്പറേഷന്റെ മുമ്പിൽ ഈ സായം സന്ധ്യയിൽ സമാപിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വികസന മുന്നേറ്റ യാത്രയ്ക്ക്
നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഈ യാത്രയ്ക്ക് ഈ സദസ്സിന്റെ അധ്യക്ഷ BJP സിറ്റി ജില്ലാ ഉപാധ്യക്ഷ ഡോക്ടർ പി ആതിരയ്ക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ വികസന മുന്നേറ്റ യാത്രയുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി സമരനായകൻ ശ്രീ MT രമേശ് ചേട്ടന് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ശ്രീ A നാഗേഷ്, ശ്രീ ജസ്റ്റിൻ ജേക്കബ് എന്നീ ജാഥ നായകന്മാർക്ക് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ സദസ്സിനെ ധന്യമാക്കിയ മുഴുവൻ നേതാക്കന്മാർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി രാവിലെ മുതൽ വൈകിട്ട് വരെ പങ്കുചേർന്ന മുഴുവൻ സമരഭടന്മാർക്കും അതോടൊപ്പം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്കും നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.